സ്കൂളിലും ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പത്തിലൊരു ചട്നി ഉണ്ടാക്കുന്ന കാര്യം കേട്ടോ ഞാൻ പറയുന്നത്. ടൊമാറ്റോ ചട്നി. തേങ്ങാ ചട്നി കഴിച്ച് മടുത്തവർക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. എല്ലാ ദിവസവും നിങ്ങൾ ദോശയ്ക്ക് തേങ്ങാ ചട്നി കഴിച്ച് മടുത്തവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ പുതിയൊരു ചട്നി ഞാൻ പരിചയപ്പെടുത്താം. എല്ലാവർക്കും അറിയാമായിരിക്കും, തക്കാളി ചട്നി. അതിന് 2 തക്കാളി അല്ലെങ്കിൽ 3 തക്കാളി ആവശ്യത്തിനനുസരിച്ച് നിങ്ങളെടുക്കുക. നടുവേ പിളർന്ന് ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് അതിനകത്തേക്ക് ഇട്ട് വഴറ്റുക. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2-3 ചെറിയുള്ളി, ഒരു സബോള, 2 ചെറിയ വെളുത്തുള്ളി, ഇതെല്ലാം ഒരുപാട് ചെറുതാക്കി ചെയ്യേണ്ട, ഈ വലുപ്പത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഇട്ട് വഴറ്റുക. 1-2 കറിവേപ്പിലയും കൂടെ ഇടുക. തക്കാളിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറുതാക്കി മുറിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പകുതിയായിട്ട് മുറിച്ചിട്ടതാണ്. എന്നിട്ട് ഇതൊരു 3-4 മിനിറ്റ് നന്നായി സോട്ട് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക. വഴറ്റിയെടുത്ത തക്കാളി അടുപ്പിൽ നിന്ന് വാങ്ങി വെച്ച് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് അതെല്ലാം കൂടി ഇട്ട് ഒന്ന് ക്രഷ് ചെയ്താണ് ഈ കാണുന്നത്. ഒരുപാട് അരയണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ തക്കാളി വഴറ്റിയ അതേ ഫ്രൈ പാനിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിടുക. കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില, അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായി ചൂടാക്കുക. നന്നായി പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളി അതിലേക്ക് ചേർക്കുക. തക്കാളി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് 1 മിനിറ്റ് വരെ തിളയ്ക്കാൻ അനുവദിക്കുക. തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ തക്കാളി ചട്നി റെഡി. ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ തേങ്ങാ ചട്നി കഴിച്ച് മടുത്ത് ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ചട്നിയാണിത്. ട്രൈ ചെയ്ത് നോക്കാത്തവർ ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ് അറിയിക്കുക. ഇനി ഒരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.